ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഗുണ കേവാണ് വന്നിരിക്കുന്നത് ഗൈസ്. പാലക്കാടുള്ള ഗുണ കേവാണ് എല്ലാവരും ഉണ്ട്. ശരിക്കും കണ്ണുകാരെ കാണാവുന്ന സുന്ദരമാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗുണയൊക്കെ എത്തിയപ്പോൾ നല്ല തിരക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. എന്നാലും കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയിൽ വന്നതാണ്. കുട്ടികൾക്കും കാണാൻ ഒരുപാട് ഉള്ളിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഗുണാക്കേവിലുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ സെറ്റൊക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോയി നോക്കാം. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി നിൽക്കണം. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ഫിലിം സൂപ്പറായിരുന്നു. ഞാൻ തന്നെ 2-3 തവണ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫിലിംസ്. അപ്പോൾ അതിൻ്റെ സെറ്റൊക്കെ വളരെ അടിപൊളിയായിരുന്നു. അപ്പോഴേ പറയാം, ഞങ്ങൾ നേരെ പോയത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ തിരക്ക് തന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഗുണ കേവ് എത്തിയതാ. സംഭവം പൊളിയായിട്ട്. പിന്നെ ടിക്കറ്റ് ചാർജ് 120 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾക്ക് ചാർജില്ല, ബാക്കിയുള്ളവർക്ക് ചാർജ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചിരിക്കണം. പോയി കണ്ടിട്ട് വരാം. ഓക്കെ. ഓരോ ലൊക്കേഷൻസ് എത്തുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. അതുകൊണ്ട് ഞാൻ അധികം സമയം നിന്നില്ല. കാരണം ആ ലൊക്കേഷനിൽ അടുത്ത ആൾക്കാർ എടുക്കാനുള്ള ക്യൂലായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ കണ്ട് നേരെ മുന്നോട്ട് പോയി. അതെ, ഒറിജിനൽ ഗുണ നല്ല തിരക്കുണ്ട്. റോക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗുണ കേവിൻ്റെ എൻട്രൻസ് എത്തിട്ടോ. ഇത് നല്ല തിരക്കാണ്. നേരെ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നതാണ് ഡെവിൾസ് കിച്ചൺ. അങ്ങോട്ട് എൻ്റർ ആകുമ്പോൾ തന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല വൈബായിരിക്കും. കുറച്ച് കുട്ടികൾക്കൊക്കെ കുറച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അധികം വോയിസ് ഇടുന്നില്ല കേട്ടോ, കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത്രയും തിരക്കായിരുന്നു. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ മഞ്ഞുമൽ ബോയ്സിലെ കുറച്ച് ഡയലോഗ്സും അതിൽ സോങ്സും ഒക്കെ ഇടയിലിടയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ലൊക്കേഷൻ എത്തുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള വോയിസും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഫിലിം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. ഉത്സവ പറമ്പിൽ തിരക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. കാരണം മുട്ടി നടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം അത്രയും സ്പേസ് ഇല്ല. കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. വവ്വാലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളെത്തുമ്പോൾ നല്ല കൂരിരുട്ടായിരുന്നു കേട്ടോ. ഫിലിമിൽ കുട്ടേട്ടൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് കേട്ടോ. പക്ഷെ താഴെ മൊത്തം ഈ കുട്ടേട്ടൻ ഇറങ്ങുമ്പോൾ താഴെ മൊത്തം ആൾക്കാരായിരുന്നു ഗൈസ്. ഗുഹകളിൽ കുറേ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പേടിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കുറച്ച് പേടിയൊക്കെ തോന്നും. ഈ സ്ഥലത്തൊക്കെ മ്യൂസിക്കും ആ സൗണ്ട്സൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുലികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്, പക്ഷേ എല്ലാവരുടെയും സെറ്റ് ചെയ്ത് അവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണെന്ന് എനിക്ക് കൂടുതലായിട്ട് തോന്നിയത്. കാരണം ഓരോരുത്തർ സെക്ഷനായി ക്യൂ നിൽക്കുമായിരുന്നു ഫോട്ടോ എടുക്കാൻ. അവസാനം ഞങ്ങളും എടുത്തു. മരങ്ങളും വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഗുണ കേവിലെ കുഴികളൊക്കെ സൂപ്പറായി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. உங்கள யாரும் ஒருத்தர் முன்னுக்கு வரலையா? குடியில விழுந்தான காப்பாத்துறது உங்களுக்கு அது ஒரு வேலை. ஆனா அவருக்கு அப்படி இல்லை சார். தம்பி யோசிச்சு தானே பேசுறேன். அப்புறம் உயிர் വെളിച്ചം കിട്ടി. ഗുഹകളിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഗുഹ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നോ വേൾഡും മിറാക്കിൾ ഗാർഡനൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചൂടെടുക്കാൻ തുടങ്ങി. കുറച്ച് ഏസിൻ്റെ കാറ്റൊക്കെ വാങ്ങിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ഗുണ കേവിലെ ഗുഹകളും കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നെക്സ്റ്റ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്നോ വേൾഡാണ്. കുട്ടികൾക്കൊക്കെ എക്സൈറ്റ്മെൻ്റ് ആവുന്ന രീതിയിലുള്ള സെറ്റിങ്സാണ് അവിടെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നിയ മെയിൻ കാര്യം തിരക്ക് കാരണം നമുക്ക് ഈ ഫോട്ടോസൊന്നും എടുക്കാനും കൂടുതലായി പറ്റില്ല. കുറേ മൃഗങ്ങളുടെയൊക്കെ സെറ്റിങ്സ് ആയിരുന്നു അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്നോ വേൾഡ് ഉണ്ട്. പിന്നെ നമുക്ക് മഞ്ഞുമൽ ബോയ്സിലെ സിനിമയിൽ കാണുന്ന ഏകദേശം ആ ഒരു ഇതിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്നാലും സൂപ്പറായിട്ട് ഒരു 120 റുപ്പീസിനൊക്കെ നല്ല വെർത്തായിട്ടുള്ളതാണ്. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത് അല്ലേ. ഫുഡൊക്കെ പുറത്താണ്, ഉള്ളിലൊന്നുമില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. എന്നാലും 1 by 1 ആയി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും കാണാം, എല്ലാവരും വന്ന് കാണൂ. ഓക്കെ, ആർക്കും ഇഷ്ടപ്പെട്ടാ? എന്ത് തോന്നി? സിനിമയിൽ കണ്ട പോലെ തോന്നിയാ? സിനിമയിൽ കണ്ട ഏകദേശം പോലെ തോന്നി. ഓക്കെ, അതോ കുട്ടി കരടിയാണല്ലേ? നമ്മൾ സ്നോ വേൾഡിൽ വന്നിരിക്കണം. കരടിയാണ്. എന്ത് കരടി? ഹിമക്കരടി. നല്ല തിരക്കുണ്ട് അല്ലേ? നല്ല തിരക്കുണ്ട്. എന്നാൽ നമുക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല. നല്ല തിരക്കാണ്. വെക്കേഷൻ തിരക്ക്. ഒരു പുലി കരയണു അല്ലേ? അറിയോ? അല്ലല്ല, അലിയോ ഫിലിമിലൊരു ഇത് കാണില്ലേ? ആ, ഹൈന മഞ്ഞിൽ കാണുന്നത് ആണ്. ഇഷ്ടപ്പെട്ടോ? വെള്ളക്കുതിരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരക്ക് കാരണം എന്താ സിംഗിൾ ഫോട്ടോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല.
ഇതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം എടുത്തു അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. 120 രൂപ ഒരാൾക്ക്. കൊടുത്താലും വളരെ നന്നായി കാണാനുണ്ട്. അത്ര പഴയാണ്. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഫുഡ് ഐറ്റംസ്, അച്ചാറ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനുള്ള കുറേ നേരിടുവാൻ ആഗ്രഹിക്കുന്നത് കരുത്തു ഹലോ ഗൈസ്, അപ്പോൾ ഇതേ ഗുണ കേവിലെ കാഴ്ചകളും നമ്മളിത് പുറമെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ, ഗുഡ് നൈറ്റ്.